എന്നാൽ പൗലോസ്ലീഹ പറയുകയാണ്, ഞങ്ങൾ പ്രായമാകുമ്പോഴും ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ മനസ്സ്, ആന്തരിക മനുഷ്യൻ വളരെ ശക്തി ആർജിക്കും. ഞങ്ങൾ പ്രായം ചെല്ലും തോറും ഞങ്ങൾ ആത്മീയ മണ്ഡലത്തിൽ വളരെ ശക്തിയുള്ളവരായി കാണപ്പെടുന്നു. ആരെ നോക്കിയാൽ മനസ്സിലാവും? റമ്പാച്ചനെ നോക്കിയാൽ മനസ്സിലാവും. റമ്പാച്ചന് പ്രായമായി, പക്ഷേ ആത്മീയ മണ്ഡലത്തിൽ റമ്പാച്ചൻ്റെ തേജസ് വർദ്ധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ ഇതൊക്കെ കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എന്നിട്ട് പൗലോസ്ലീഹ പറയുകയാണ് 2 കൊരിന്തോസ് 4:16, ഞങ്ങളിലെ ബാഹ്യമനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ എങ്ങനെയാണ് നവീകരിക്കപ്പെടുന്നത്? അനുദിനം, ഡേ ബൈ ഡേ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ബൈബിളിലെ ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നമ്മൾ നവീകരിക്കപ്പെടേണ്ടത് ഡേ ബൈ ഡേ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ നവീകരിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മൾ കഠിനഹൃദയരാകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ.